ഇതൊരു മിൽക്ക് പുഡിങ്ങാണ്. ഇതുണ്ടാക്കാനായിട്ട് 2 ടീസ്പൂൺ അഗരകർ 1/4 കപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കണം. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ആയിട്ടിരിക്കണം. ഇനി ഒരു 1/2 ലിറ്റർ പാല് ചൂടാക്കി വയ്ക്കാം. സെയിം ടൈമിൽ തന്നെ അഗരകർ ഒന്ന് ചൂടാക്കിയെടുക്കണം. അത് കൺസിസ്റ്റൻസി ഒന്ന് മാറി തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാകുന്നതോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സെയിം ടൈമിൽ പാലും ചൂടാക്കിയിരിക്കണം. ചൂടായ പാലിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പാലും മിൽക്ക് മെയ്ഡും നന്നായി യോജിച്ച് കഴിഞ്ഞതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായി 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടാക്കി വെച്ചിരിക്കുന്ന അഗരകർ മിക്സും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കൺസിസ്റ്റൻസി ഒന്ന് മാറി വരുന്നത് വരെ ഇത് നല്ലപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഞാൻ പാലിൽ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. 2 സ്ട്രോബെറി ചെറിയ പീസസ് ആക്കിയിട്ട് ഈ പാത്രത്തിൻ്റെ സൈഡുകളിലും ഈ മിക്സിലും ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റുകയാണ്. ചൂടോടുകൂടി ഈ പുഡിംഗ് മിക്സ് സെറ്റിംഗ് ട്രേയിലേക്ക് ഒഴിക്കേണ്ടതില്ല. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്നുകിൽ പുറത്ത് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വയ്ക്കാവുന്നതാണ്. ഈ ചെറിയ ബൗൾ ഞാൻ ഒരു മണിക്കൂർ എടുത്തിട്ടേ ഉള്ളൂ, അതിൽ സെറ്റായിട്ടുണ്ട്. വലിയ ബൗൾ ഞാൻ 4 hours കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഈ ഒഴിക്കുന്ന സമയത്ത് ഇതിൽ ബബിൾസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ബബിൾസ് എടുത്ത് കളയണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പായിട്ട് വരും. ഞാനിതിൽ ബബിൾസ് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പുഡിങ്ങിൽ അത് വളരെ വിസിബിളായിരുന്നു. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സെറ്റിംഗാണ്. ഇത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സെറ്റിംഗ് ട്രേ ആണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 2-3 ദിവസം ഇത് യൂസ് ചെയ്യാം. പക്ഷേ ബെറ്റർ കൺസിസ്റ്റൻസിയിലും ബെറ്റർ ടേസ്റ്റിലും നമുക്കിത് കിട്ടുക ഒരു 24 hours തന്നെയാണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ 24 hours യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.